ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി നമുക്ക് ആദ്യം ചിക്കൻ മസാലയാക്കി വയ്ക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ്. ഇതിലോട്ട് നമുക്ക് ഗ്രാമ്പു, പട്ട, കുരുമുളക്, പച്ചമല്ലി എന്നിവ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്കിനി മന്തി മസാല ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. കുറച്ച് ഫുഡ് കളറും ചിക്കൻ ക്യൂബ് കൂടി ഇതിലോട്ട് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ അത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് വെള്ളത്തിലോട്ട് പട്ട, ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പൂ എന്നിവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ഓയിൽ കൂടി ഇതിലിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് ഓയിൽ ഒഴിച്ച് ചിക്കനെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ചിക്കൻ ഒരു സൈഡ് പകുതി വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചിക്കന് മുകളിലായി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മന്തി മസാല കൂടി റൈസിന് മേലെ നമുക്ക് തൂവി കൊടുക്കണം. മുഴുവൻ റൈസും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി കലക്കി വെച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി പച്ചമുളക് ഇതുപോലെ നമുക്ക് റൈസിലോട്ട് കുത്തിവെച്ച് കൊടുക്കണം. സ്മോക്ക് വരാൻ വേണ്ടി നമുക്ക് ചാർക്കോൾ കത്തിച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ.